ഹലോ ഗൈസ്, ഹായ് ഗൈസ്, ഞാൻ ബ്ലോഗർ കിത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ കാറിൻ്റെ അകത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്, ഹരിയണ്ണനല്ല. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിക്കൊണ്ടിരിക്കുന്ന, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഈ ബിഗ് ബോസ് സീസൺ 6-ൽ എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ കണ്ടസ്റ്റൻസ് എല്ലാം ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പകരം വെക്കാൻ പറ്റാത്ത രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ അവർ രണ്ടുപേരും നല്ല കിടിലുമായിട്ട് ഗെയിം കളിക്കുന്നവരുണ്ട്. ചിലർ മൈൻഡ് ഗെയിം കളിക്കുന്നവരുണ്ട്, ചിലർ ഫിസിക്കൽ ടാസ്കിൽ കിടിലുമായിട്ട് കളിക്കുന്നവരുണ്ട്, ചിലർ കളിക്കാതെ വരുന്നവരുണ്ട്, ചിലരില്ല. അതായത് ഈ നമ്മൾ ട്രയാങ്കിൾ ലവ് സ്റ്റോറി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പിന്നെ അതുപോലെ ട്രയാങ്കിൾ ഫ്രണ്ട്ഷിപ്പ്, ഇങ്ങനെ കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അതൊക്കെ ഫ്ലോപ്പ് ആവുന്നുണ്ട്. ഈ ബിഗ് ബോസ് ലൈവ് എന്ന് പറയുന്നത്, ഈ ബിഗ് ബോസ് ലൈവ് എന്ന് പറഞ്ഞിടുന്നത് സാധനം സത്യത്തിൽ ലൈവല്ല. സത്യത്തിൽ ഈ ലൈവ് എന്ന് പറയുന്നതിലേ, നമ്മളിപ്പോൾ യൂട്യൂബിൽ ലൈവ് ഇടുവാണെങ്കിൽ നമുക്ക് ഈ തെറിയൊക്കെ വിളിക്കുമ്പോൾ ശബ്ദം കേൾക്കുമോ? ഇല്ലല്ലോ. ഇവിടെ ഹോട്ട്സ്റ്റാറിൽ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് ലൈവ് ഇടുമ്പം അത് കേൾക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിൽ നിന്ന് തന്നെ വിശ്വാസമായി, ഇത് ലൈവ് എന്തായാലും ബിഗ് ബോസ് ലൈവ് അല്ല. ലൈവ് ഷോ ആണെങ്കിൽ എന്തായാലും അവർ ഈ ബീപ്പ് സൗണ്ട് കളഞ്ഞിട്ട് അവർ പറയുന്ന എന്തിനാണ് അതും കൂടെ എടുത്തിടും. ഓക്കെ, ഞാൻ പറഞ്ഞു കണക്കല്ല, കണ്ടസ്റ്റൻസ് എല്ലാം വളരെ പവർഫുൾ, ഭയങ്കര ശക്തി ഏറിയ, ഭയങ്കര കളിക്കാൻ അറിയാവുന്നവർ തന്നെയാണ്. പിന്നെ അതിൽ ഏറ്റവും ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടി ഒരു മൂലക്കോട്ടിരുന്ന് പക്ഷെ നോമിനേഷൻ പ്രക്രിയ ആകുമ്പം അവരെല്ലാം കിടിലുമായിട്ട് കറക്റ്റ് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്ന മറ്റാരെയും കുറിച്ചല്ല, അൻസിബയെ കുറിച്ച് തന്നെയാണ്. അൻസിബ എന്ന് പറയുമ്പോൾ ഗെയിമിലൊന്നും വലിയ ഇതില്ല, പക്ഷേ മറ്റ് ആൾക്കാരെങ്ങനെ, അതായത് ഗെയിമിലൊന്നും വലിയ പെർഫോമൻസ് ഒന്നും ആൾ കാണിക്കുന്നില്ല. പക്ഷേ വീട്ടിൻ്റെ അകത്തുള്ള എല്ലാ കാര്യവും അൻസിബയ്ക്ക് അറിയാം. ഞാൻ വിചാരിച്ചു ഈ അൻസിബ എന്ന് പറയുന്ന ആള് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ തന്നെ പോവേണ്ട ഒരാളാണ്. കാരണം അൻസിബ എന്നുള്ള ഒരാൾ അവിടെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല, അങ്ങനത്തെ ഒരു രീതി. പക്ഷേ ബിഗ് ബോസ് സീസൺ 5 എടുക്കുമായിരുന്നെങ്കിൽ അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും നമുക്കിപ്പോഴും അറിയാം. തുടക്കത്തിലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന അഖിൽമാരാർ, നമ്മളെ കപ്പടിച്ച അഖിൽമാരാർ, പിന്നെ ശോഭ, സെറീന, ഇതുപോലെ എല്ലാവരെയും നമുക്ക് അറിയാം. അവരെല്ലാവരും ഭയങ്കര, അതായത് വീട്ടിൻ്റെ അകത്ത് വെറുതെ അടി ഉണ്ടാക്കാൻ മാത്രം ആര് നടന്നവരല്ല. അവർ കണ്ടൻസ് ഉണ്ടാക്കുന്നുണ്ട്, അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ വീട്ടിൻ്റെ അകത്ത് തന്നെ സോൾവ് ചെയ്യുന്നതിന്. പക്ഷേ ഇത് ഈ ബിഗ് ബോസ് സീസൺ 6 വന്നപ്പം അടി ഉണ്ടാക്കുന്നെങ്കിൽ അതിലൊരുമാതിരി വ്യക്തിവൈരാഗ്യം കണക്ക്, നമ്മളെ ഉള്ളിൽ ഈഗോ ഇട്ടുകൊണ്ട് പുറമേ എത്ര മണിയായി മെസ്സേജ് ചെയ്യുന്നത്, ഉള്ളിൽ ഈഗോ ഇട്ടുകൊണ്ട് ഇവൾ അന്ന് എന്നെ അങ്ങനെ പറഞ്ഞ ആള്, അപ്പം ഇന്ന് എന്തിന് ഞാൻ അവിടുത്തെ അങ്ങനെ പറയണം എന്ന് ചിന്തിച്ചാണ് ഇപ്പം പലരും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. ഇങ്ങനെ ഈഗോ വെച്ച് കളിക്കുന്നവരുണ്ട്, പിന്നീട് ഗെയിം കിളിലവർ കളിക്കുന്ന പക്ഷേ സ്വഭാവം മോശം, അങ്ങനെ ആയിട്ടുള്ളവരുണ്ട്. സത്യത്തിൽ ഈ വൈൽഡ് കാർഡ് എൻട്രി കൊണ്ടുവന്നതിൽ ഞാൻ പറയും 100% ഞാൻ പറയും, സിബിൻ എന്ന് പറയുന്ന ഒരാളില്ലേ വൈൽഡ് കാർഡ് എൻട്രിയിൽ, നമ്മൾ ഹരിയണ്ണനെ ഉണ്ടായിരുന്നു, അതായത് സീക്രട്ട് ഏജന്റ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിബിൻ ഉണ്ടായിരുന്നു, അഭിഷേക് ശ്രീകുമാർ ഉണ്ടായിരുന്നു, അഭിഷേക് കെ ഉണ്ടായിരുന്നു, അതുപോലെ നന്ദന ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും നല്ല കിടിലൊരു കളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു പേര് പറയാൻ പറഞ്ഞു, പൂജ എന്ന് പറയുന്ന ഇന്റർവ്യൂറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ, ഈ സിബിൻ എന്ന് പറയുന്ന ആളെ എന്തിനാണ് സത്യത്തിൽ പുറത്താക്കിയത്? ഇപ്പം ഒരു ആക്ഷൻ കാണിച്ചു, അപ്പം അത് മോശമാണെന്ന് നമുക്കറിയാം. പക്ഷേ സിബിൻ അപ്പം തന്നെ സോറി പറയുന്നുണ്ട്. പിന്നെ സിബിൻ്റെ മാനസിക നില ഒട്ടും അങ്ങേയറ്റം അടിച്ചു പോയിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് സിബിനെ പുറത്താക്കുന്നത്. പക്ഷേ സിബിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ, സിബിൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ഇപ്പം നിലനിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറയും ജിൻഡോയെക്കാളും ജാസ്മിനെക്കാളും ഒക്കെ വോട്ട് ലഭിക്കുന്നത് സിബിന് തന്നെയാണ്. സിബിൻ ഗെയിം പ്ലാനൊക്കെ ചെയ്യുന്നത് കണ്ട് നമ്മൾ പോലും ഞെട്ടിപ്പോവും. സിബിൻ്റെ ഗെയിം പ്ലാനിലാണ് എല്ലാം. അതായത് സിബിൻ അറിയാം ആര് എന്ത് എങ്ങനെ എപ്പോൾ ചെയ്യുമെന്ന് സിബിൻ അറിയാം. സിബിൻ ജിൻഡോയെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കണം. ഇപ്പം ജിൻഡോ കണ്ടന്റ് ഇടാനായിട്ട്
നിന്ന് കൊടുക്കുന്ന ഒരാളാണ്. നമ്മൾ ജസ്റ്റ് ജിൻഡോയുടെ കൂടെ ഒന്ന് നിന്നാൽ മതി. ഇപ്പം എന്തെങ്കിലും വഴക്കുണ്ടാവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ സിബിൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് അതേപോലെ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് അവനെ എടുത്ത് കളഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, സിബിൻ ബ്രോയിനെ എടുത്ത് കളഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബിഗ് ബോസ് സീസൺ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ സ്ക്രിപ്റ്റഡ് ആണ്. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പം അവിടെ ഇത്രയും നാൾ കൊണ്ട് നിൽക്കണമെങ്കിൽ ആ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയും. കാര്യം മറ്റൊന്നുമല്ല, ഈ ജാസ്മിൻ അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത്. ജാസ്മിൻ അടി ഉണ്ടാക്കും, വഴക്ക് പറയും, തെറി വിളിക്കും, എല്ലാം ഉണ്ടല്ലോ. അല്ലേ, എല്ലാവരും ഉണ്ട്. പക്ഷേ മിക്കുള്ള ടൈമും കണ്ടൻസ് എടുത്തിടുന്ന ആരാണെന്നറിയാമോ? ജാസ്മിൻ, ജിൻഡോ, ഗബ്രി. പിന്നെ ഇപ്പം ജാസ്മിനും ജിൻഡോയും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്തോ. പക്ഷേ ജബ്രി കോംബോ, അതായത് ജാസ്മിൻ ഗബ്രി കോംബോ പോയതിൽ എൻ്റെ പൊന്നോ എന്തൊരു അഭിനയമായിരുന്നു. തുറന്ന് പറയാൻ കേട്ടാ, എന്തൊരു അഭിനയമായിരുന്നു ഈ ഗബ്രിയുടെ എവിക്ഷനിൽ. ജസ്റ്റ് ഇതൊന്ന് ആര് എവിക്ഷൻ ആവുമെന്ന് ഞാൻ സത്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഋഷിയും അൻസിബയും സേവ് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അൻസിബ ഔട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അൻസിബ ഒരു ഗ്രേറ്റ് മൈൻഡ് ഗെയിമർ ആണെന്നും എല്ലാം. പിന്നെ അത്രയും നേരം ജാസ്മിന് എന്നെ പുറത്താക്കിയാലും ഗബ്രിയെ പുറത്താക്കരുത് ഒരു കാരണവശാലും നമ്മൾ കരഞ്ഞു വിളിക്കുവാണ്. അപ്പം ജസ്റ്റ് കർട്ടൻ ഒന്ന് മാറ്റുന്ന ടൈമിൽ ജാസ്മിൻ നോക്കിയിട്ട് ഒരു ചിരിയായിരുന്നു. എന്നിട്ട് പെട്ടെന്നില്ല അന്യം സിനിമയിലെ വിക്രം മാറുന്ന കണക്കായിരുന്നു ജാസ്മിൻ്റെ മാറ്റം. ചിരിയിൽ നിന്ന് കരച്ചിലിലേക്കും, കരച്ചിലിൽ നിന്നും ചിരിയിലേക്കും, അങ്ങനെയായിരുന്നു ജാസ്മിൻ്റെ മാറ്റം. പക്ഷേ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒട്ടും, അതായത് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാനായിട്ട് ജാസ്മിൻ ഒട്ടും അത് അർഹിക്കുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം ജാസ്മിൻ അവിടെ ചെയ്യുന്ന പല പരിപാടികളും പല കാര്യങ്ങളും ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അതേസമയം ജിൻഡോ വല്ലതും ചെയ്യുന്ന ചെറിയ കുറ്റങ്ങളാണെങ്കിൽ പോലും അവിടെ ആൾക്കാർ എടുത്തിട്ട് വലിയ ഇഷ്യൂ ആക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുമുണ്ട്, പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഹ്യൂജ് പ്ലാറ്റ്ഫോം റിയാക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അതായത് ഈ ട്രെൻഡിങ് മാറിയിട്ട് ഒരു 2-3 ദിവസമായി കേട്ടാ. ഏതായാലും ഞാൻ ഈ വീഡിയോ ഇടും. സംഭവം ഇങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നോറയൊക്കെ എനിക്ക് സത്യത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് നോറ, പിന്നെ റസ്മിൻ. എനിക്ക് ഇതുപോലുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നും ഇഷ്ടമല്ല. നമുക്ക് അതായത് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യണം, ഒപ്പം ഗെയിം പ്ലാൻ കൊണ്ടുപോകണം, പിന്നെ ഫേക്ക് അല്ലാതാവണം. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ആദ്യമൊക്കെ വന്നിട്ട് ഭയങ്കര ഇത് കാണിച്ചിട്ട് അപ്സരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര തുടക്കത്തിൽ വന്ന് ഭയങ്കര ആക്റ്റീവും ഒക്കെ ആയിരുന്ന ഒരാൾ, അർജുനും അങ്ങനെയൊക്കെ ആയിരുന്ന ഒരാൾ പെട്ടെന്ന് ഡള്ളായിട്ട് ക്യാപ്റ്റൻസി പോയപ്പോൾ ഭയങ്കര ഡള്ളായി. പിന്നെ അങ്ങനെ ഇതാണ്. പിന്നെ നമ്മൾ സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ഭയങ്കര മൈൻഡായിട്ട് അതായത് അവിടെ നിന്ന് എല്ലാവരും സ്വഭാവം പഠിച്ചിട്ട് കയറിയ ഒരാളാണ്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് എല്ലാം നോക്കിയും കണ്ട് മാത്രമേ കളിക്കാറുള്ളൂ. ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് അവർ ഈ പണ്ടേയുള്ള, അതായത് തുടക്കത്തിലേ അവരുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വഴക്ക് വരുമ്പം ആ തുടക്കത്തിയിട്ട വഴക്കിൻ്റെ സാധനവും കൂടെ അവരെടുത്തിരുന്നു. അങ്ങനെ ആയി തീരുന്നുണ്ട്. പിന്നീട് ഇപ്പം പൂജ എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവ്യൂ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ടൈറ്റിൽ വിന്നർ ആവണമെന്നൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു. ആ ഇൻ്റർവ്യൂസ് ആയാലും ബിഗ് ബോസിലായിരുന്നെങ്കിലും. പക്ഷേ എന്തുകൊണ്ടോ പോയി, ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ല. പിന്നെ ജാസ്മിൻ ഇപ്പോൾ കുറച്ച് സൈലൻ്റ് ആണ് ആള്. ഗബ്രി പോയ പിന്നെ ആൾ ഇച്ചിരി സൈലൻ്റ് ആണ്. പിന്നെ ഗബ്രി പോയ പിന്നെ ഇച്ചിരി സൈലൻ്റ് ആണ് ആള്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുത്ത് കരയുമെങ്കിലും പക്ഷേ ആൾ സൈലൻ്റ് ആണ്. പിന്നെ ഈ ഇടയ്ക്ക് ജാസ്മിന് ഫിസിക്കൽ അസോൾട്ട് ആണോ എന്ന് പറയത്തില്ല, ജസ്റ്റ് തട്ടി മാറ്റിയതായിരിക്കും റസ്മിൻ. അപ്പം അത് റസ്മിൻ തട്ടി മാറ്റിയത് ഫിസിക്കൽ അസോൾട്ടായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴും ജാസ്മിൻ
ടാസ്കിലെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ, ടാസ്കിലെ കാര്യം മാത്രം അവർ നോക്കിയിരുന്നത്. വെറുതെ റസ്മിൻ്റെ അടുത്ത് ചാടിക്കയറി ചൂടാവുകയോ ഒന്നും ചെയ്തില്ല. അതായത് ഇപ്പം ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പം. പക്ഷെ നേരത്തെ തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു. തുടക്കത്തിൽ നേരത്തെ ജാസ്മിൻ കളിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ഡുവോ ആണ്, രണ്ടുപേരും കൂടെ ചേർന്നായിരുന്നു ഗെയിം കളിക്കുന്നത്. ഇപ്പം സിംഗിൾ ആയപ്പോൾ ജാസ്മിന് കാര്യം മനസ്സിലായി. പക്ഷെ എന്തായാലും ജാസ്മിന് പുറത്ത് വിടത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ എന്തോ ഇഷ്യൂ ഒക്കെ ആയതല്ലേ, അഖിൽമാരാറ് ഇതിന് പ്രതികരിച്ചെന്നും എല്ലാം. പിന്നെ ജാൻമണി, എനിക്ക് ഉറപ്പായിരുന്നു ജാൻമണി ഉറപ്പായിട്ടും പോകുമെന്ന് ഉറപ്പായിരുന്നു. സിജോ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. സിജോ തിരിച്ചു വന്നു. സിജോ ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അർജുൻ, ശ്രീതു ഇവരെല്ലാം ഇത് കണക്ക് തന്നെയാണ്. പക്ഷേ അവരെല്ലാം ഇപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ശ്രീരേഖ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില സമയമൊക്കെ ആളെവിടെയാണെന്ന് നമുക്കറിയത്തില്ല. എവിടെയെങ്കിലും കാണും, പക്ഷേ ആളുടെ ആബ്സെൻസ് ആ വീട്ടിൽ കാണും. പിന്നെ ഋഷിയുടെ കാര്യം പറയുവാണെങ്കിൽ ഋഷി ക്യാപ്റ്റൻസി കയറിയ പിന്നെ അതായത് സ്വന്തമായിട്ടൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, സ്വന്തമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കൂട്ടത്തിലുള്ള ആളാണെന്നല്ല, സ്വന്തമായിട്ട് എന്ത് തീരുമാനം എടുക്കണമെന്ന് ആൾക്ക് അറിയത്തില്ല. അതുകൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും കിടിലമാണ്, ഋഷിയും കിടിലമാണ്. പക്ഷേ എന്തായാലും ഞാൻ ഇപ്പോഴേ പറയാം, ജാസ്മിൻ ടൈറ്റിൽ വിൻ ചെയ്യാൻ അർഹയല്ല, ഉറപ്പാണ്. ജാസ്മിൻ ഇവിടെ പുനലൂരുള്ള ആളാണ്. ഞാൻ 5 കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം ആ ഏരിയയിൽ ഉള്ള ആളായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യും. അത് എന്തെന്നൊന്നും ചോദിക്കരുത്, അത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യും. ജാസ്മിൻ്റെ ഗെയിം പ്ലാനൊന്നും എനിക്ക് ഇഷ്ടമല്ല, തുറന്നു പറയാമല്ലോ. ജാസ്മിൻ്റെ ഗെയിം പ്ലാനൊന്നും ഇഷ്ടമല്ല. അവർ ഈ 2 പേരായിട്ട് കളിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സിംഗിളായിട്ട് ഇങ്ങനെ കയറി വന്നത്? എന്തിനാണ് വെറുതെ കയറി വന്നത്? എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം ഏതായാലും ബിഗ് ബോസ് ആയിരുന്നു ഇന്നത്തെ കണ്ടന്റ്. എല്ലാവരെയും പറഞ്ഞു ചേർക്കണമല്ലോ. ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ ഇപ്പം നിലവിൽ കണ്ടന്റ്സ് ഉണ്ടാക്കി വിടുന്നത് ഒന്ന് സായിരയിലാണ് ഇപ്പം മറ്റേ നമ്മുടെ ഡയമണ്ട്. പിന്നെ സാബുമോനും ശ്വേത വന്നപ്പം വീടിന് നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നവർ പോയി. അടുത്ത എപ്പിസോഡ് ഇന്ന് രാത്രി വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഒക്കെ നല്ല കിടിലാണ്. പക്ഷേ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ജാസ്മിന് ഒരു കാരണവശാലും ജാസ്മിൻ ബിഗ് ബോസ് ടൈറ്റിൽ നേടാൻ അർഹയല്ല എന്ന് ഞാൻ പറയൂ. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ടുഡേ ഐ എം സൈനിങ് ഓഫ്. വ്ലോഗർ കിത്തു ആൻഡ് പീപ്പിൾ കോൾ മീ VK ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, പരമാവധി പ്രൊമോട്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. ഓക്കെ, എനിവേ, ഗുഡ് ബൈ.